ഹലോ സ്റ്റുഡൻസ്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCയുടെ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറഞ്ഞ പേപ്പറിലെ എത്തിക്സ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓഡിറ്റ് റിസ്ക്, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്ത് എത്തിക്സ് എന്ന് പറയുന്നത്. സോ നമുക്കിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് എത്തിക്സ്, എന്താണ് നമ്മുടെ ACC കോഡ് ഓഫ് എത്തിക്സ്, എന്താണ് എത്തിക്കൽ ത്രെറ്റ്സ്, എങ്ങനെയാണ് എത്തിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ആസ് എ പ്രൊഫഷണൽ കുറേ ചാലഞ്ചസിൽ കൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ശരിയല്ലേ? ഇപ്പോൾ നിങ്ങളൊരു ACC ക്വാളിഫൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. ശരിയല്ലേ? ACC ക്വാളിഫൈ ചെയ്ത് നമ്മൾ മെയിനായിട്ടും ഏത് ഫീൽഡിലേക്കായിരിക്കും പോകുന്നത്? മിക്ക ആൾക്കാരും ഓഡിറ്റ് ഫീൽഡിലേക്കാണ് പോകാറ്. ശരിയല്ലേ? അപ്പം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യാറ്? വേറൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് അത് ട്രൂ ആൻഡ് ഫെയർ ആണോ, അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണിത് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൽ മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനീസ്, നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനീസ്, നമ്മുടെ ക്ലയൻറ്റ്സ് അവരെന്ത് ചെയ്യും? ചിലപ്പോൾ എന്തെങ്കിലും ഫ്രോഡൊക്കെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് നമ്മളവിടെ പോകുന്ന സമയത്ത് അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്ന്, എന്തെങ്കിലും അമ്യൂണിറ്റീസ് എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മളെ അതിൽ നിന്ന് മാറ്റാൻ നോക്കും. മീൻസ് നമ്മളിപ്പം ആ ഒരു ഫ്രോഡ് കണ്ടുപിടിച്ചിട്ട് വെളിയിൽ പറയാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ശരിയല്ലേ? അങ്ങനത്തെ കുറച്ച് ചാലഞ്ചസ് ഒക്കെ നമ്മൾ എന്തായാലും ഓഡിറ്റിൻ്റെ കരിയറിൽ നമ്മൾ ഫേസ് ചെയ്യും. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ACCയിൽ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറഞ്ഞ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യണം? ആസ് എൻ ഓഡിറ്റർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എത്തിക്കൽ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഓക്കെ, എന്താണ് അവിടെ എത്തിക്കൽ പ്രശ്നങ്ങൾ വരുന്നത്? ഓക്കെ, അത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ത്രൂ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എത്തിക്സ് സിംപ്ലി പറയുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഗൈഡിങ് ബിഹേവിയർ ഓഫ് പ്രൊഫഷണൽസ് അല്ലേ? നമ്മളൊരു പ്രൊഫഷണൽ ആണ് അല്ലേ? ACC കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫഷണൽസ് ആയിരിക്കും. സോ ആ കേസിൽ നമ്മൾ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ അനാവശ്യ ഇഷ്യൂസിലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണെന്ത് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പം ഓഡിറ്റിൽ എന്തിനാണ് എത്തിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ? നമ്മൾ ആസ് എൻ ഓഡിറ്റർ നമ്മൾ പ്രോപ്പറായിട്ട് ട്രൂ ആൻഡ് ഫെയർ ആയിട്ട് ഇൻറ്റഗ്രിറ്റിയോടുകൂടെ മീൻസ് മര്യാദയ്ക്ക് മീൻസ് ഹോണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റിൽ എന്ത് പഠിക്കുന്നത്? എത്തിക്സ് പഠിക്കുന്നത്. ഇവിടെ കുറേ ടേംസ് ഞാനിപ്പോൾ പറയും, ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിൽ പോവുകയും നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ എന്തിനാണ് ഓഡിറ്റിൽ എത്തിക്സ്? കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഓഡിറ്റിൽ എന്തിനാണ് എത്തിക്സ്? കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തിനാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഒരു മെയിൻ കാര്യമാണ് മെയിൻറ്റെയിൻസ് പബ്ലിക് ട്രസ്റ്റ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ശരിയല്ലേ? യെസ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒപ്പീനിയൻ പറയുന്ന ഒരാൾക്കാരാണ്. ശരിയല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒപ്പീനിയൻ പറയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ FS ട്രൂ ആൻഡ് ഫെയർ ആണോ അല്ലേ എന്ന് പറയുന്നത്? പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ ആക്ച്വലി പബ്ലിക്കിലേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ശരിയല്ലേ? പബ്ലിക് എന്ന് പറയുമ്പോൾ അവിടെ കുറേ ആൾക്കാർ കാണും. ഷെയർ ഹോൾഡേഴ്സ്, ലെൻഡേഴ്സ്, കുറേ ആൾക്കാർ, ടാക്സ് അതോറിറ്റീസ്, ഗവൺമെൻറ്, എല്ലാ ആൾക്കാരും കാണും അല്ലേ? അപ്പോൾ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്, നമ്മുടെ ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം പബ്ലിക്ക് നോക്കുന്ന സമയത്ത് പബ്ലിക്കിൻ്റെ ആ ഒരു വിശ്വാസം കൂടും. എപ്പം? നമ്മളെ ഓഡിറ്റേഴ്സ്, ആസ് ആൻ ഓഡിറ്റേഴ്സ് നമ്മൾ ഭയങ്കര എത്തിക്കലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ. അതാണ് ആദ്യത്തെ പോയിന്റ്. മെയിൻറ്റെയിൻസ് പബ്ലിക് ട്രസ്റ്റ് ഇൻ വാട്ട്? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. യെസ്. പിന്നെ എൻഹാൻസസ് ക്രെഡിബിലിറ്റി ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ശരിയല്ലേ? നമ്മൾ ഈ ഓഡിറ്റ് ഒപ്പീനിയൻ പറഞ്ഞു കൊടുക്കുന്ന അവിടെയാണ്, നമ്മുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിലാണ് അല്ലേ? അവിടെ നമ്മൾ പറയും ഓക്കെ ഓഡിറ്റേഴ്സ് എന്ത് FS ട്രൂ ആൻഡ് ഫെയർ ആണോ അല്ലയോ, അഡ്വേഴ്സ് ഒപ്പീനിയൻ, ക്വാളിഫൈഡ് ഒപ്പീനിയൻ, അങ്ങനെ പല ടൈപ്പ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ റിപ്പോർട്ടിങ്ങിൻ്റെ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിലാണ് നമ്മൾ അങ്ങനെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു ഒപ്പീനിയൻ നമ്മൾ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഓഡിറ്റർ ആണെങ്കിൽ, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ഓഡിറ്റർ ആണെങ്കിൽ ആളെന്തായിരിക്കും? നല്ല ഒപ്പീനിയനെ പറയുള്ളൂ. മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഒപ്പീനിയനെ പറയുള്ളൂ. അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ഒപ്പീനിയനെ പറയുള്ളൂ. മീൻസ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ ക്രെഡിബിലിറ്റി എന്താവും? കൂടും. ശരിയല്ലേ? ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ കൂടുതൽ പറ്റും. കാരണം എന്താ? നമ്മൾ അത്രയും കള്ളത്തരമൊന്നും കാണിക്കാതെ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് പറയാൻ പോകുന്നത്. ശരിയല്ലേ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രിവെൻസ് ഫ്രോഡ് ആൻഡ് മാൽ പ്രാക്ടീസ്. ശരിയല്ലേ? നമ്മൾ ആസ് എൻ ഓഡിറ്റർ വെറുതെ ബ്രൈബ് വാങ്ങിച്ചോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചോ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ പറയാതെ നമ്മൾ എന്ത് ചെയ്യും? ഫ്രോഡും ഒന്നും വരുത്താതെ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട്, ഹോണസ്റ്റ് ആയിട്ട്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്യും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. എന്ത്? ഫ്രോഡോ മാൽ പ്രാക്ടീസിലോ ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, കയറി പോകത്തില്ല. ഓക്കെ, പിന്നെ അടുത്ത എത്തിക്സ് ഉള്ളതിൻ്റെ ഒരു മെയിൻ എന്താണ് അഡ്വാൻറ്റേജ് ആണെന്ന്? ഗൈഡ്സ് ഓഡിറ്റേഴ്സ് ഇൻ പ്രൊഫഷണൽ ഡയലമാസ്. ഡയലമാസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും പ്രൊഫഷണൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റ് വന്നിട്ട് നമുക്കൊരു കുറേ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന, കുറേ ഗിഫ്റ്റ് തരുവാണ്. അതൊക്കെ ആക്ച്വലി പ്രൊഫഷണൽ ഡയലമയാണ്. ശരിയല്ലേ? നമ്മൾ ആ സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഇവർ തരുന്ന ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് മിണ്ടാതിരിക്കണോ, ഫ്രോഡൊന്നും പറയാതെ, അതോ ഫ്രോഡ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യണോ? അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ ഈ ഒരു എത്തിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളൊട്ടും കൺഫ്യൂസ്ഡ് ആകത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത്
ഓഡിറ്റിങ്ങിൽ എത്തിക്സ് വരുന്നതിൻ്റെ ബെനിഫിറ്റ്സ്, ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ സിയിലൊക്കെ തിയറി ആയിട്ട് മേ ബി ചോദിച്ചേക്കാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ നിങ്ങൾക്ക് കീ പോയിന്റ്സ് അറിയാം, ഇത് ജസ്റ്റ് അങ്ങനെ എലാബറേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ ഓഡിറ്റിംഗ്. ഓക്കെ, യെസ്, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ കുറേ എത്തിക്കൽ ഇഷ്യൂസ് വരുമെന്ന് ആർക്കറിയാം? നമ്മുടെ ACCAയ്ക്കും ബാക്കി നമ്മുടെ അക്കൗണ്ടിങ് ബോഡീസിനൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ആസ് എ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കോഡ് ഓഫ് എത്തിക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, കോഡ് ഓഫ് എത്തിക്സ് കുറച്ച് ഒരു 5 കാര്യങ്ങളുണ്ട്. ഇത് മൊത്തം ഫോളോ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് എന്താണ്, എത്തിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ ഒരു പോയിന്റ് ആണ് എന്ത്, ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇന്റഗ്രിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ഓണസ്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കള്ളത്തരം കണ്ടു കഴിഞ്ഞാൽ നേരെ പോയിട്ട് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, നേരെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക. കാരണം കള്ളത്തരം കാണിക്കരുത്, മീൻസ് ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഇന്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് കോഡ് ഓഫ് എത്തിക്സിൽ ആദ്യത്തെ ഒരു സംഭവം. എന്ത്, നമ്മൾ ആസ് എൻ ഓഡിറ്റർ ഇന്റഗ്രിറ്റി ഫോളോ ചെയ്തിരിക്കണം. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒബ്ജക്ടിവിറ്റി ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളൊരു സൈഡ് പിടിക്കാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ബയസ്ഡ് ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റ് അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേ ബി നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ എൻ്റെ ഫ്രണ്ട് അല്ലേ, അവനല്ലേ ആ ഒരു ഫ്രോഡ് കാണിച്ചേ, അതുകൊണ്ട് മേ ബി ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കാന്നൊക്കെ നമ്മൾ വിചാരിക്കും. ശരിയല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിലും കൂടെ ഒന്നും പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ബയസ്ഡ് ആകാൻ പാടില്ല. ബയസ് എല്ലാം എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണമെന്നാണ് ഒബ്ജക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി മൂന്നാമത്തെ ACCA കോഡ് ഓഫ് എത്തിക്സ് ആണെന്നത് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. എന്ന് വെച്ചാൽ നമ്മൾ എന്തായിരിക്കണം, എപ്പോഴും പ്രൊഫഷണലി കോമ്പിറ്റൻ്റ് ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് ഓക്കെ ACCA കഴിഞ്ഞാൽ എന്താക്കാം, നമുക്കിനി പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ, ACCA എക്സാംസ് എല്ലാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പഠിത്തം എല്ലാം കഴിഞ്ഞല്ലോ, ആ ഒരു മൈൻഡായിരിക്കും. ശരിയല്ലേ? പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ശരിയല്ലേ? എസ്പെഷ്യലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ടാക്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ, ACCA കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽഡിലേക്ക് പോകാം. നിങ്ങൾ പഠിക്കാൻ പോകുന്ന UK ടാക്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ കേസിൽ ഈ ടാക്സ് റൂൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എന്താവും, മാറിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റൂൾസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ നോളജ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ല എങ്കിൽ എന്താ പ്രശ്നം, നമുക്ക് നോളജിൽ ഡെഫിസിറ്റ് വരും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ് റിട്ടേൺസ് എല്ലാം തെറ്റും. ആകെ പണിയാവും. ശരിയല്ലേ? അപ്പോൾ പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, നോളജ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻഡ് ഓൾസോ എനിക്ക് പറ്റാവുന്ന പണി ഞാൻ എന്ത് ചെയ്യാവുള്ളൂ, ഏറ്റെടുത്ത് ചെയ്യാവുള്ളൂ. വെറുതെ എല്ലാ പണിയും കൂടെ ഏറ്റെടുത്ത് തലയെ വെക്കരുത്. എന്നെ കൊണ്ട് എന്താണോ പറ്റുന്നത്, എൻ്റെ സ്കില്ല് വെച്ച് എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ആ വർക്കൊക്കെ ഞാൻ ഏറ്റെടുക്കാൻ പാടുള്ളൂ. അതാണ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് മൂന്നാമത്തെ കോഡ് ഓഫ് എത്തിക്സ്. ഇനി നാലാമത്തെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് വേണം. എന്ന് വെച്ചാൽ നമ്മൾ ആസ് എൻ ഓഡിറ്റർ കുറേ ക്ലയൻറ്റിൻ്റെ സെൻസിറ്റീവ് ഇൻഫർമേഷനിലേക്ക് കടന്നു ചെല്ലും. ശരിയല്ലേ? മീൻസ് ഒരു എന്താണ് വലിയ ടെക്നോളജിക്കൽ കമ്പനി ആണെങ്കിൽ അവരുടെ പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ മേ ബി കണ്ടിട്ടുണ്ടാവും. ശരിയല്ലേ? നമ്മുടെ ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ എല്ലാം ഓക്കെ അവിടെ പോയി കണ്ടിട്ട് നേരെ പോയിട്ട് എന്ത് വരരുത്, വെളിയിൽ പോയി പറയരുത്. ഫ്രണ്ട്സിൻ്റെ അടുത്തോ പബ്ലിക്കിൽ ആരുടെ അടുത്തും പോയി ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ ഓഡിറ്ററിന് വേണ്ടൊരു കഴിവെന്ന് പറയുന്നത്. ഓക്കെ, ആസ് എ പ്രൊഫഷണൽ അക്കൗണ്ടന്റ്, ആസ് എൻ ഓഡിറ്റർ എന്തോ ആയിക്കോട്ടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. സെൻസിറ്റീവ് ഇൻഫർമേഷനിൽ കൂടെ നമ്മൾ കുറേ കടന്നു പോകും. അപ്പം അതൊന്നും പോയിട്ട് വെളിയിൽ പോയിട്ട് ഡിസ്ക്ലോസ് ചെയ്യരുത്. ഓക്കെ, പിന്നെ ഒരു സംഭവമാണ് എന്ത്, പ്രൊഫഷണൽ ബിഹേവിയർ. നമ്മൾ ആസ് എ പ്രൊഫഷണൽ എന്തായിരിക്കണം, നമ്മൾ ബിഹേവ് ചെയ്യുന്നത് കൂളായിട്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ നമ്മുടെ പ്രൊഫഷനെ വില കളയുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇപ്പം നിങ്ങളിപ്പം ഇപ്പോൾ ഒരു ബ്രൈബറി കേസിൽ ഉൾപ്പെട്ടെന്ന് വിചാരിക്കും. എന്നൊക്കെ കൈക്കൂലി വാങ്ങിയത് അങ്ങനെ എന്തെങ്കിലും. അപ്പം അങ്ങനെ വരുമ്പം ആക്ച്വലി ഒരു ACCA കാരൻ അല്ലെങ്കിൽ CA കാരൻ എന്തായി ബ്രൈബറി വാങ്ങിച്ചതേ ന്യൂസിലൊക്കെ വരുള്ളൂ അല്ലേ? അപ്പോൾ ആക്ച്വലി നമ്മുടെ പ്രൊഫഷൻ്റെ വാല്യൂ ആണ് അവിടെ കുറയുന്നത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഒന്നും പോവാതെ കറക്റ്റായിട്ട് വൃത്തിക്ക് പണി ചെയ്ത് പോവുക. പ്രൊഫഷനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലും, ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലും നമ്മൾ പോയിട്ട് എന്ത് ചെയ്യരുത്, തല വയ്ക്കരുത്. അതാണ് പറയുന്നത് പ്രൊഫഷണൽ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വലി എന്ത് ACCA കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു നല്ലൊരു അക്കൗണ്ടന്റ് ഇതെല്ലാം ഫോളോ ചെയ്യും. ഇതെല്ലാം ഫോളോ ചെയ്യാൻ നമുക്ക് എന്ത് പറയാം, ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ എന്താണ്, പ്രൊഫഷണലാണ്, ആൾ എത്തിക്കലാണെന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, അതാണ് സംഭവം. പിന്നെ അടുത്ത ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ത്രെറ്റ് ടു എത്തിക്സ്, എത്തിക്കൽ ത്രെറ്റ് എന്നൊക്കെ നമ്മൾ പറയും.
എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഒബ്ജക്റ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, കോൺഫിഡൻഷ്യാലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഇതിനെല്ലാം ബ്രേക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ നമ്മുടെ ക്ലയൻറ്റ് നമുക്ക് കൊണ്ടിട്ട് തരും. ഓക്കെ, നമ്മുടെ ക്ലയൻറ്റോ എങ്ങനെയെങ്കിലും നമുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാതിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നേക്കാം. ത്രെറ്റ് ടു എത്തിക്സ്, നമുക്ക് ആ ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്നതിന് നേരെ ഒരു റൂട്ടിൽ പോകുന്നതിൻ്റെ ഒരു ഭീഷണി അല്ലേ, നമ്മളെ വഴിതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനാണ് ത്രെറ്റ് ടു എത്തിക്സ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഒരു ത്രെറ്റാണ് എന്ത്? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ മേ ബി നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് സാക്രിഫൈസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം എന്താണ്, എൻ്റെ ഒരു ക്ലയൻറ്റ് പറയുകയാണ് നമ്മുടെ കമ്പനിയിൽ കുറച്ച് ഫ്രോഡുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലക്ഷറി കാർ തരാം, ഓക്കെ, ഗിഫ്റ്റ് തരാം, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ഫ്രോഡൊന്നും വെളിയിൽ പറയരുതെന്ന് പറയുകയാണ്. അപ്പം ചിലപ്പോൾ ഒരു അക്കൗണ്ടിന് എന്ത് ചിന്തിക്കും, പേഴ്സണൽ ഇൻട്രസ്റ്റ് ചിന്തിക്കും. ഓക്കെ, ഞാനിത് പറഞ്ഞില്ല എങ്കിൽ എനിക്കൊരു എന്ത് കിട്ടും, കാറ് കിട്ടുമല്ലോ, ലക്ഷറി കാറ് കിട്ടുമല്ലോ എന്നായിരിക്കും തിങ്ക് ചെയ്യുന്നത്. പക്ഷെ ആൾ അവിടെ എന്ത് ചിന്തിക്കുന്നില്ല, ആളുടെ പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനെ പറ്റി ആലോചിക്കുന്നില്ല. ശരിയല്ലേ? ആസ് എൻ ഓഡിറ്റർ ആൾ എന്ത് ചെയ്യണമായിരുന്നു, അതെല്ലാം വിട്ടിട്ട് എന്ത് ചെയ്യണമായിരുന്നു, വെറുതെ ആ ഒരു ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ശരിയല്ലേ? പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് എന്ന് പറയാം. എന്ന് വെച്ചാൽ പേഴ്സണൽ ഇൻട്രസ്റ്റിനെയാണ് ഒരാൾ പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനെ മുകളിൽ കാണുന്നത്, പേഴ്സണൽ ഇൻട്രസ്റ്റിനെയാണ് കൂടുതൽ ആൾ റെസ്പെക്ട് ചെയ്യുന്നത്, ആൾ വാല്യൂ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്ത് പറയാം, നമുക്ക് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റാന്ന് പറയാം. ഇതിനൊക്കെ കുറേ എന്തുണ്ട്, സൊല്യൂഷൻസ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, സൊല്യൂഷൻസ് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്. ഒരാൾ പേഴ്സണൽ ഇൻട്രസ്റ്റ് പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനെക്കാളും മേലെ വെക്കുവാണ്, അങ്ങനെയാണ് എന്താണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്. രണ്ടാമത്തെ ഒരു ത്രെറ്റ് എന്താണെന്ന് വെച്ചാൽ സെൽഫ് റിവ്യൂ ത്രെറ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുവാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു വീക്ക്ലി ടെസ്റ്റോ മന്ത്ലി ടെസ്റ്റോ കിട്ടുമെന്ന് വിചാരിച്ചു ഫാക്കൽറ്റി. അപ്പം എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ തന്നെ അത് വാല്യൂ ചെയ്തു, ആ രീതി പറയുകയാണ്. സെക്ഷൻ സി ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും, നിങ്ങൾ തന്നെ അത് വാല്യൂ ചെയ്തോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് ഓക്കെ ഞാൻ എഴുതിയ ആൻസർ അല്ലേ, അത് അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ, മിക്ക ആൾക്കാരും അങ്ങനെയല്ലേ വിചാരിക്കാറ് അല്ലേ, ഞാൻ എഴുതിയ ആൻസർ അല്ലേ, അത് അടിപൊളിയായിരിക്കുമല്ലോ, ഫുൾ മാർക്ക് ഇടാം, 90% പോട്ടെ, 80% പോട്ടെ, ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ തിങ്കിങ് വരുന്നത്. ശരിയല്ലേ? പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തൊരു വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും, അതിൽ കുറച്ച് ബയസ്ഡ് ആവും. ശരിയല്ലേ? നമ്മളത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും. ശരിയല്ലേ? അതിനെ വിളിക്കുന്ന പേരാണെന്ത്, സെൽഫ് റിവ്യൂ ത്രെറ്റ് എന്ന് പറയുന്നത്. സ്വന്തം വർക്ക് സ്വന്തമായിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യത്തില്ല. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഓഡിറ്റിൻ്റെ കേസിൽ, ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു കമ്പനിയിൽ FS പ്രിപ്പയർ ചെയ്തെന്ന് വിചാരിക്കും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തെന്ന് വിചാരിക്കും, ഞാൻ തന്നെ ആ FS ഓഡിറ്റ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ, ഞാൻ പ്രോപ്പറായിട്ട് എറേഴ്സ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമോ? ഇല്ല. ഞാൻ പ്രോപ്പറായിട്ട് എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുമോ? ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, എല്ലാം സെറ്റല്ല, ഞാനല്ലേ FS പ്രിപ്പയർ ചെയ്തേ, പിന്നെ അതിൽ എന്തായിരിക്കും പ്രശ്നമുള്ള രീതിയിലായിരിക്കും, ആ ഒരു മൈൻഡിലായിരിക്കും ഞാൻ നിൽക്കുന്നത്. ശരിയല്ലേ? അതാണ് ഓഡിറ്റിൽ സെൽഫ് റിവ്യൂ ത്രെറ്റിൻ്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, അതാണ് ഒരു പ്രശ്നം, അതാണ് സെൽഫ് റിവ്യൂ ത്രെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഒരു ത്രെറ്റ് എന്ന് വെച്ചാൽ അഡ്വോക്കസി ത്രെറ്റ്. എന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻസിൽ നമ്മളെ ക്ലയൻറ്റ് നമ്മളെ പോയിട്ട് എന്ത് ചെയ്യും, അവരെവിടെയെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറയും. അതൊരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു കമ്പനീനെ ഓഡിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഓഡിറ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാം നിങ്ങൾ പാക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കമ്പനിയിൽ വരുവാണ്, നിങ്ങളുടെ ഫേമിൽ വരുവാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്താണ് ക്ലയൻറ്റ് നിങ്ങളെ ഒരു ദിവസം വിളിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു ബാങ്ക് ലോൺ എടുക്കണം, അപ്പം നിങ്ങളൊന്ന് ബാങ്കിൽ ഒന്ന് സംസാരിക്കും. ഓക്കെ, നിങ്ങൾ സംസാരിച്ച ആ ബാങ്ക് എന്ത് ചെയ്യും, എന്തായാലും ലോൺ തരും, ആ ഒരു രീതിയിൽ പറയണം. നമ്മൾ സംസാരിച്ച മേ ബി ലോൺ കൊടുക്കും. ശരിയാണ്, കാരണം എന്താ, നമ്മൾ ഓഡിറ്ററാണ്, നമുക്ക് ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം. അങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉടനെ ആ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് പോയി ബാങ്കിൽ സംസാരിച്ച് ഇപ്പോൾ എന്തായി അവസ്ഥ, നമ്മൾ ആ ഒരു ക്ലയൻറ്റിനെ ഒരു തേർഡ് പാർട്ടിയുടെ മുന്നിൽ പൊക്കി പറയുന്ന പോലെ ആയില്ലേ, റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ ആയില്ലേ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയി ചാടാൻ പാടില്ല. നമ്മൾ ഓഡിറ്ററാണ്, നമ്മൾ പ്രൊഫഷണൽസ് ആയിരിക്കണം. നമ്മളൊരു ഓഡിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പണി കഴിഞ്ഞ് ശരിയല്ലേ, പിന്നെയും പോയി ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് ക്ലയൻറ്റിനെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ക്ലയൻറ്റിനെ പിന്നെയും പോയി എന്ത് ചെയ്യേണ്ട, ആരുടെയും മുന്നിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് എന്ത് വിളിക്കുന്നത്, അഡ്വോക്കസി ത്രെറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോയി പെട്ട് കഴിഞ്ഞാൽ അതെന്ത് ത്രെറ്റാണ്, അഡ്വോക്കസി ത്രെറ്റാണ്. യെസ്. നാലാമത്തെ ഒരു ത്രെറ്റാണെന്ത്, ഫെമിലിയാരിറ്റി ത്രെറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ക്ലയൻറ്റിൽ വർക്ക് ചെയ്യുവാണ്, ക്ലയൻറ്റിൻ്റെ ഫേമിൽ വർക്ക് ചെയ്യുവാണ്, കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്. അങ്ങനെ വന്നെന്ത് പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ഫ്രോഡോ എറോ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, റിപ്പോർട്ട് ചെയ്തില്ല. കാരണം എന്താ, നമ്മൾ ബയസ്ഡ് ആവും, നമ്മൾ സൈഡ് പിടിക്കും, നമ്മൾ ഒബ്ജക്റ്റിവിറ്റി കോംപ്രമൈസ് ആവും. ശരിയല്ലേ? അതിനാണ് എന്ത് വിളിക്കുന്നത്, ഫെമിലിയാരിറ്റി ത്രെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ഫൈനൽ ത്രെറ്റ് ഇൻറ്റിമിഡേഷൻ ത്രെറ്റ് എന്ന് പറയും. അഞ്ചാമത്തെ ത്രെറ്റ് ഇൻറ്റിമിഡേഷൻ ത്രെറ്റ്. എന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻസിൽ എന്താണെന്നറിയോ, ചില സിറ്റുവേഷൻസിൽ നമ്മളെ പ്രഷറൈസ് ചെയ്യും ആൾക്കാർ.
നമ്മുടെ ക്ലയൻറ്റിനൊക്കെ വന്ന് നമ്മൾ മേ ബി പ്രഷറൈസ് ചെയ്യും. ഓക്കെ, നീ ഇപ്പം ഈ ഒരു ഫ്രോഡ് റിപ്പോർട്ട് ചെയ്താൽ നിന്നെ ഇനി എന്ത് ചെയ്യത്തില്ല, അടുത്ത വർഷം ഓഡിറ്റിന് വിളിക്കത്തില്ല, അങ്ങനെയൊക്കെ മേ ബി പറയും. ശരിയല്ലേ? അപ്പോൾ പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മേ ബി ആ ഒരു ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശരിയല്ലേ? അതിനെ വിളിക്കുന്നതാണ് എന്ത്, നമ്മുടെ ഇൻറ്റിമിഡേഷൻ ത്രെറ്റ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലയൻറ്റ് വന്നിട്ട് നമ്മളെ പ്രഷറൈസ് ചെയ്യുവാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെയാണെന്ന് വിളിക്കുന്നത് ഇൻറ്റിമിഡേഷൻ ത്രെറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒബ്ജക്റ്റിവിറ്റി കോംപ്രമൈസ് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, സൈഡ് പിടിക്കാൻ തുടങ്ങും, ബയസ്ഡ് ആവും. അതാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻറ്റിമിഡേഷൻ ത്രെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് അപ്പോൾ എന്ത്, എത്തിക്കൽ ത്രെറ്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനൊക്കെ എന്തുണ്ട്, കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. ഓക്കെ, അപ്പോൾ ഇതിന് ഈ ത്രെറ്റൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങളിപ്പോൾ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ നോക്കിയോ. ഓക്കെ, അപ്പോൾ ആദ്യത്താണെന്ത്, നമുക്ക് വേറൊരു ഓഡിറ്ററിനെ വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഒരു കേസിൽ തോന്നുവാണ് നമ്മുടെ ഓഡിറ്റ് പ്രോപ്പർ അല്ല, ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുവാണ്. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരു ഓഡിറ്ററിനെ കൊണ്ട് ഒന്നും കൂടെ സംഭവം റിവ്യൂ ചെയ്യിപ്പിക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാം. ശരിയല്ലേ? പിന്നെ ഓഡിറ്റ് സ്റ്റാഫിനെ റൊട്ടേറ്റ് ചെയ്യാം. എസ്പെഷ്യലി ആ ഒരു ഫെമിലിയാരിറ്റി ത്രെറ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റ് സ്റ്റാഫിനെ റൊട്ടേറ്റ് ചെയ്യാം. അല്ലേ? എപ്പോഴും ഫ്രണ്ട് ആയിട്ടിരിക്കുന്ന എങ്ങനെയാണ്, കുറേ നാൾ പരിചയമുള്ള ഉണ്ടാകുമ്പോഴാണ്. ശരിയല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റേഴ്സിനെ റൊട്ടേറ്റ് ചെയ്താൽ അവിടെ ഫെമിലിയാരിറ്റി വരത്തില്ല, പരിചയം വരത്തില്ല. അല്ലേ? പിന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ബൈ പ്രൊഫഷണൽ ബോഡീസ്, അല്ല എന്തെങ്കിലുമൊക്കെ പോളിസീസ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഒരു എത്തിക്കൽ ത്രെറ്റൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ ക്ലിയർ ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസിഷൻസ്. നമ്മളൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞെന്ന് വിചാരിക്കുക, ഇപ്പോൾ ഒരു നമ്മുടെ ക്ലയൻറ്റ് പറയുകയാണ് ഞാൻ ഫ്രോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് വെർബലായിട്ടാണ് പറഞ്ഞത്, നമ്മളതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ശരിയല്ലേ? നമ്മളത് ഡോക്യുമെന്റ് ചെയ്യുക, റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ഒക്കെ വാങ്ങിക്കുക ഓഡിറ്റ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ, ഇന്ന കാര്യം അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായി, അവിടെ പ്രോബ്ലം സോൾവ് ആയി. ചിലപ്പോൾ പിന്നെ ഒരു കാലത്ത് അവർ പറയുവാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ഫ്രോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡോക്യുമെന്റ് എടുത്ത് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, സേഫ് ഗാർഡ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്, ജനറലാണ്, ഓരോന്നിനും നമുക്ക് സ്പെസിഫിക് ആയിട്ട് വേറെ പഠിക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ എത്തിക്കൽ സംഭവം ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുന്നത്. ഡബിൾ എ എന്ന് പറഞ്ഞ എക്സാമിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരാൻ പോകുന്നത് കുറച്ച് എത്തിക്കൽ, ഒരു സെനാരിയോ തരും, അതിൽ കുറച്ച് എത്തിക്കൽ ഇഷ്യൂസ് ഒക്കെ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യമേ ഈ എത്തിക്കൽ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ആദ്യമേ എത്തിക്കൽ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യുക, അത് ആൻസറിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത് സംഭവം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, സംഭവം ഈ ഒരു ആ ഒരു സംഭവത്തിൽ എന്ത് എത്തിക്കൽ ത്രെറ്റാണ്, എന്ത് ഇൻറ്റഗ്രിറ്റിയാണ് അഫക്റ്റഡ് ആയെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഞാനൊരു കമ്പനിയിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ തന്നെ എൻ്റെ FS റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊരു സിറ്റുവേഷനാണ്, അതാണ് എത്തിക്കൽ ഇഷ്യൂ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്. ഇനി നിങ്ങൾ പറയാം, ഓക്കെ അവിടെ എന്ത് ത്രെറ്റാണ് ബ്രീച്ച് ആയത്, അവിടെ എന്താണ് സെൽഫ് റിവ്യൂ ത്രെറ്റാണ്, അവിടെ ഒബ്ജക്ടിവിറ്റി ഇൻറ്റഗ്രിറ്റി പോലത്തെ കാര്യങ്ങൾ എന്താവും, അഫക്റ്റഡ് ആവും. അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്ത് പറഞ്ഞു കൊടുക്കുക, അവസാനം ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പറയണത്, ഓക്കെ ഈ സെയിം ആളെ വെച്ച് എന്ത് ചെയ്യിപ്പിക്കരുത്, ഓഡിറ്റ് ചെയ്യിപ്പിക്കരുത്, ആ ടീമിലെ വേറെ ഏതെങ്കിലും ഓഡിറ്ററിനെ വെച്ചിട്ട് എന്ത് ചെയ്യിപ്പിച്ചോ, FS ഓഡിറ്റ് ചെയ്യിപ്പിച്ചോ എന്ന് പറയാം. അതാണ് നമ്മുടെ സൊല്യൂഷൻ ഓർ സേഫ് ഗാർഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഇതാണ് സ്ട്രക്ചർ വരുന്നത്. നമ്മുടെ ACCA സ്റ്റഡി ഹബിലും നമ്മുടെ എക്സാമിനേഴ്സ് റിപ്പോർട്ടിലൊക്കെ പറഞ്ഞ സ്ട്രക്ചർ ആക്ച്വലി ഇതാണ്. ഈ ഒരു സ്ട്രക്ചറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് ആക്ച്വലി ഗ്രാബ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി പറഞ്ഞെന്താ, എന്താണ് എത്തിക്സ് എന്നൊന്ന് ബ്രീഫായിട്ട് നോക്കി, എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഓഡിറ്ററിന് വരുന്ന ബെനിഫിറ്റ് നോക്കി, ആൻഡ് നമ്മൾ എത്തിക്കൽ ത്രെഡ്സ് നോക്കി, ആൻഡ് അതിന് പറ്റുന്ന കുറച്ച് സേഫ് ഗാർഡ്സ് നോക്കി, ACCA കോഡ് ഓഫ് എത്തിക്സ് എന്താ നോക്കി, ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, അതൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പം ഇനി നിങ്ങൾ എന്താക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക, നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു.